ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്തനം. ഭാഗം 1977. ഇന്ന് മെയ് മാസം 30-ാം തീയതി. ഈ ആണ്ടിലെ 150-ാമത്തെ ദിവസത്തിലെത്തി. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശു പറയുന്നൊരു കുഞ്ഞു കഥയുണ്ട്. വിളവിൻ്റെയും കളയുടെയും ഒക്കെ കഥയാണ്. ഗോതമ്പ് വിതച്ചതിനിടയിൽ ആ ഉടമയറിയാതെ ശത്രു വന്ന് കള വിതച്ചു പോവുകയാണ്. കളകളൊക്കെ പതിയെ കിളിർത്ത് തലപൊക്കിയപ്പോൾ അത് കണ്ടെത്തിയ ആ വേലക്കാര് അവർ യജമാനനോട് പറയുകയാണ്, കളകളെല്ലാം പറിച്ചു കളഞ്ഞോട്ടെ. ഞാൻ നിങ്ങളുമൊക്കെ നമ്മുടെ പരിസരത്തെ കളകളൊക്കെ പറിച്ചു കളയാനായിട്ട് നല്ല ശ്രദ്ധാലുക്കളാണ്. വളരെയധികം ആവേശമുണ്ട്, ഏറെ ആവശ്യമുണ്ട്, നല്ല ധൃതിയിലുമാണ്. യജമാനൻ്റെ ഒരു മറുപടിയുണ്ട്, ഇപ്പോൾ വേണ്ടെന്നാണ്. കളകളെ പരിപാലിക്കുകയോ നിലനിർത്തുകയോ ഒന്നുമല്ല, മറിച്ച് ഗോതമ്പ് ചെടികൾക്ക് കൂടി ഇളക്കം തട്ടുമെന്നാണ് യജമാനൻ്റെ ഒരു ആത്മഭാരം. അതൊരു എന്താ പറയുക, അനുകമ്പയുടെ ഒരു അനുഭാവത്തിൻ്റെയും അടയാളമാണ്. ഇപ്പോൾ ധൃതി പിടിച്ച് കളകൾ പിഴുതെറിയാൻ ശ്രമിക്കുമ്പോൾ വിളവുകൾ കൂടി അത് ദോഷമായി ബാധിച്ചേക്കും. എൻ്റെ നിങ്ങളുടെയുമൊക്കെ തിരുത്തലുകളെ, തിരുത്താനുള്ള നമ്മളുടെ ശ്രമങ്ങളെ നമ്മൾ കുറെ കൂടി ഒന്ന് സ്നേഹപൂർവ്വം അനുഭാവത്തോടും ഒരു അനുകമ്പയോടും കൂടി ആക്കി തീർത്താൽ ആരെയൊക്കെയാണ് നമ്മൾ തിരുത്താനായിട്ട് ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നത്, അവർക്ക് കുറെ കൂടി വേഗം നന്നാവാനായിട്ട് എന്തുമാത്രം സാധ്യതയുണ്ട്. പറഞ്ഞു വരുന്ന നമ്മളുടെ മിക്കവാറും തിരുത്തലുകളൊക്കെ പലർക്കും വല്ലാതെ പരിക്കേൽപ്പിച്ചുകൊണ്ടാണ്. സ്നേഹക്കുറവ് തന്നെയാണെന്ന് പറയേണ്ടി വരും. എല്ലാവർക്കും മാറാനും നന്നാകാനും കഴിയും, പലരും അതിന് തയ്യാറുമാണ്. പക്ഷേ അവരെ ഒന്ന് മാറാനായിട്ട് നമ്മൾ അനുവദിക്കണ്ടേ? ശീലങ്ങളുടെ അടിമകളായി ജീവിക്കുന്നവരെക്കാൾ ഒരുപാട് അധികമാണ് ചാർത്തിക്കിട്ടിയ പേരിന്റെ അടിമകളായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ. എത്ര തിരുത്തിയാലും നന്നായാലും അകപ്പെട്ടു പോയ ദുഷ്പേരിനുള്ളിൽ ചുറ്റിക്കറങ്ങേണ്ടി വരുന്നത് കൊണ്ടാണ് മെച്ചപ്പെടാനുള്ള ആഗ്രഹം പോലും ചില ആളുകൾ ഉപേക്ഷിക്കുന്നത്. ക്രിസ്തുയേശുവിന്റെ മാതൃകയിൽ കുറെ കൂടി സ്നേഹത്തോടും അനുഭാവത്തോടും അനുകമ്പയോടും കൂടി തിരുത്താനായിട്ട് നമുക്കും ശ്രമിക്കാം. തിരുത്തലുകളൊക്കെ നമ്മളിൽ നിന്ന് തന്നെ പ്രാർത്ഥനാപൂർവം ആരംഭിക്കട്ടെ. ആമേൻ.